കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിൻ്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിൻ്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും എന്ന് ചോദിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നാം ഇന്നലെ പഠിച്ചു, ഈ സലോമോൻ രാജാവ് താൻ 1000 ഹോമയാഗങ്ങളെ ചെയ്തിട്ട് ചെന്ന് കിടന്ന് ഉറങ്ങിയപ്പോൾ ഉറക്കത്തിൽ ദൈവം ചോദിച്ചു, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണോ അങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ നാം പല ആവശ്യങ്ങളോട് ദൈവസന്നിധിയിൽ വയ്ക്കാറുണ്ട്. അപ്പോൾ നമ്മോട് ഒരു ദിവസം ദൈവം വന്ന് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചാൽ നാം ചോദിക്കും, കുറേ നല്ലൊരു സുഖം ചോദിക്കും, കുറേ പണം ചോദിക്കും, അല്ലെങ്കിൽ ഒരു വീട് ചോദിക്കും, അല്ലെങ്കിൽ മക്കളുടെ കല്യാണം നടക്കണമെന്ന് ചോദിക്കും. ഇങ്ങനെ ഉള്ള ലോക കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ മുമ്പിൽ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ അതുമാത്രമാണ്. അപ്പോൾ നമ്മൾ അത് തന്നെ ചോദിക്കും. പക്ഷേ ഈ ഒരു രാജാവിനോട് ചോദിച്ചപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, കർത്താവ് എനിക്ക് ജ്ഞാനമുള്ള വിവേകമുള്ള ഒരു ഹൃദയം തരണമെന്ന് ചോദിക്കുകയാണ്. ഒരു വിവേകമുള്ള ഒരു ഹൃദയം ഒരു മനുഷ്യൻ അത് ആവശ്യമാണ് എന്ന് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കണം. പ്രിയ ദൈവവേദന, നാം ഒരു വീട്ടിൽ ഒരു അമ്മയും അപ്പയും അല്ല 2 മക്കളോ അല്ലെങ്കിൽ 2-3 മക്കളോ അല്ലെങ്കിൽ ഒരു 6-7 പേര് അടങ്ങുന്ന ഒരു കുടുംബം എന്ന് വയ്ക്കാം. ആ ഒരു കുടുംബത്തിന് നടത്തിക്കൊണ്ട് പോകാൻ പോലും ഇന്ന് പല അപ്പന്മാർക്കും അമ്മമാർക്കും കഴിയുന്നില്ല. അവർക്ക് മക്കളോട് എന്ത് സംസാരിക്കണമെന്ന് അറിയുന്നില്ല, അല്ലെങ്കിൽ അവർ പറയുന്നത് മക്കൾ തെറ്റായിട്ട് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു ജ്ഞാനമില്ലാത്ത ഒരു ഹൃദയമുള്ളത് കൊണ്ട് ഇന്ന് കുടുംബത്തിലും സമൂഹത്തിലും അല്ലെങ്കിൽ കോളേജുകളിലും ചർച്ചുകളിൽ വരെ ഇന്ന് പ്രശ്നങ്ങളാണ്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ കാര്യത്തിന് വിവേകമായിട്ട് തിരിച്ചറിയുവാനുള്ള ഒരു ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. ആരെന്ത് പറഞ്ഞാലും അതിലൊരു കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു തലമുറ. പ്രിയ ദൈവ പൈതലെ, അങ്ങനെയുള്ള ഒരു ഹൃദയം ഇരിക്കുന്നിടത്തോളം ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സഭയിൽ അല്ലെങ്കിൽ ആ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ പ്രശ്നങ്ങൾ ഒരിക്കലും ഒഴിയുകയില്ല. പക്ഷേ ഇവിടെ രാജാവ് കേൾക്കുകയാണ്, ഒരു രാജ്യത്തെ നടത്തണമെങ്കിൽ അങ്ങയുടെ ജ്ഞാനമില്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് ഈ തലമുറ അല്ലെങ്കിൽ ഈ ജനത്തെ നടത്തുവാനുള്ള ഒരു നല്ലൊരു ജ്ഞാനം എനിക്ക് തരണമേ ദൈവമേ എന്ന് ചോദിക്കുകയാണ്. പ്രിയ ദൈവ പൈതലെ, ഇന്ന് നാം എന്തിനോ ഒക്കെ ചോദിച്ച് നാം ദൈവസന്നിധിയിൽ കരയുന്നു. അതിന് പകരമായിട്ട് നമ്മുടെ കുടുംബത്തെ ശരിക്കും നടത്തുവാനുള്ള ഒരു ആത്മീക അറിവ്, ദൈവത്തിൽ സ്വർഗത്തിലുള്ള ഒരു ജ്ഞാനം നമുക്ക് ചോദിക്കാം. ദൈവം ആ ജ്ഞാനം തരുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തെ നടത്തി ചെല്ലുവാനും നമ്മുടെ ജീവിതങ്ങളെ ശരിയായ രീതിയിൽ നയിക്കുവാനും ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്ന് അറിഞ്ഞ് നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ഒരു ജ്ഞാനം ലഭിക്കും. അങ്ങനെ ദൈവം ഒരു ജ്ഞാനമുള്ള ഹൃദയം ചോദിപ്പാൻ എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ഈ ലോകം കർത്താവേ അതേമേ കഴിവിലേക്കാണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ അങ്ങയുടെ സ്വർഗീയ ജ്ഞാനം ആവശ്യമായിരിക്കുന്നു. ഈ ദിവസത്തിൽ ദൈവമേ ആരൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും കർത്താവേ അങ്ങയുടെ ഉയരത്തിലെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണം കർത്താവേ. ഹാലേലൂയ സ്തോത്രം. ഞങ്ങൾ കർത്താവേ കാര്യങ്ങളെ വിവേകമായി നടപ്പിപ്പാനും കർത്താവെ കുടുംബത്തിൽ ഒരു വിവേകമായിട്ട് കർത്താവെ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുമല്ലോ. കർത്താവെ കുടുംബത്തിലെ എപ്പോഴും അടിക്കടി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം വിവേകമില്ലാതുള്ള സംസാരങ്ങളാണല്ലോ. കർത്താവെ ഹാലലൂയ വിവേകത്തോട് സംസാരിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തരും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേൾക്കണം നല്ല പിതാവേ. ആമേൻ.